എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് പ്രതികരിക്കണം. അല്ലാണ്ട് ഇവിടെ എന്ത് നടന്നാലും നമ്മുടെ ആർട്ടിസ്റ്റുകളൊന്നും കൊണ്ടില്ല. അല്ല, തിലകേട്ടൻ പോലെയുള്ള ഒരു മഹത്തായ സ്ഥാനത്തിരിക്കുന്ന ഒരു നടന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ ഒരു പത്മശ്രീ കിട്ടുന്ന പോലെയാണ്. ഇപ്പോഴും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ഓപ്പോസിറ്റ് നിൽക്കാനായിട്ട് വില്ലൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തതെന്ന് ചോദിക്കാറുണ്ട് ഇന്നും. അത് സാർ കണ്ടു, ആ സിനിമ കണ്ടിട്ടാണ് പറഞ്ഞു ദേവൻ സാറിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ രജനി സാർ തന്നെയാണോ സാർ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്? അതെ അതെ അതെ, അദ്ദേഹമാണത് റെക്കമെൻഡ് ചെയ്ത് ഡയറക്ടറോട് പറഞ്ഞു. உங்களை பார்த்துட்டு ഞാൻ 30 வருஷமாச்சு தெரியுமா, 1995 தான் நம்ம பார்த்துருக்கேன் பாஷா. அது ஞாபகம், அதுவும் ஓர்மையான. ரொம்ப சந்தோஷம் சார், எங்கே வந்திருந்தீங்க? ഞാൻ പറഞ്ഞു உங்களை பார்க்க வந்து சார். அப்படியா, ரொம்ப சந்தோஷம். இருக்கும் മോര് സാപ്പിടലാമോ? അങ്ങനെ പോയിട്ട് ഒരു മോര് ഉണ്ടാകുമ്പോൾ പറഞ്ഞു, മോര് കുടിച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഇപ്പോൾ കമൽഹാസൻ എന്ന് പറയുന്ന നടൻ്റെ അടുത്ത് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല. കാരണം കംഫർട്ടബിൾ അല്ല നമ്മൾ. ഞാൻ ഒരിക്കലും തളരാറില്ല. എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നോ ടെൻഷൻ. അത് നമുക്ക് വിധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ പറയും. അയ്യോ എൻ്റെ അത് പോയേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് പ്രയോജനമില്ല. നമുക്ക് വരേണ്ടത്, നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിരിക്കും. നമസ്കാരം, ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ നടൻ ദേവൻ സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സാർ, ഒരുപാട് നാളായില്ലേ ഇപ്പോൾ ഇങ്ങനെ സീരിയലിലും സിനിമയിലും ഒക്കെ ആയിട്ട് പ്രൊഡ്യൂസറായിട്ട് സാർ ആദ്യം വരുന്നു, അതിനുശേഷം അഭിനയിക്കുന്നു. അഭിനയത്തിൽ തന്നെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ വ്യത്യസ്തമായ ഭാഷയിൽ അഭിനയിക്കുന്നു. ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഇത്രയും നാളായിട്ട് ഈ ഒരു സിനിമ സീരിയൽ മേഖലയിൽ തുടർന്നു പോകാൻ സാറിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫാക്ടർ എന്താണ്? ഡ്രൈവിംഗ് എനിക്ക് ആദ്യമൊന്നും അത്ര ഒരു, ഞാനെൻ്റെ ആരംഭകാലത്തിലൊക്കെ ഒരു സിനിമ നടനാവാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തും കോളേജ് ലൈഫിലൊക്കെ എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടന്നിരുന്നത് ഒരു സംവിധായകനാവാനാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സിനിമയിൽ വരാൻ കാരണം. അങ്ങനെ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. അത് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അത് വലിയൊരു നോവലായിരുന്നു, വെള്ളം എന്നൊരു നോവലായിരുന്നു. ആ നോവല് ഞാൻ വായിച്ചപ്പോൾ, ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളാണ്, വായിച്ചപ്പോൾ എനിക്ക് വളരെ ഒരു ഇമ്പ്രസീവായിട്ടുള്ള ഒരു തീമാണത്. ഈ കേരളത്തിൻ്റെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യമായ ഒരുപാട് കാര്യങ്ങളുള്ള അതിൻ്റെ കഥ അങ്ങനെയാണ്. അപ്പോൾ അതെനിക്കൊരു സിനിമ ആക്കി കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ സംവിധാനം ചെയ്യാനായിട്ടുണ്ട് ആഗ്രഹം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അതിലെല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. നീ ചെയ്യടാ, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ചെയ്യാമെന്നുള്ള തീരുമാനമായി. പക്ഷേ അതിൽ ഒരാൾ മാത്രം, ഒരു വിക്ടർ ലീനസ് എന്ന് പറഞ്ഞാൽ ഇന്നും വളരെ ബഹുമാനത്തോടു കൂടി, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. വിക്ടർ എന്നോട് പറഞ്ഞു, കിഴങ്ങ നീ എങ്ങനെ, എന്ത് സംവിധാനമാണ്, നിനക്ക് വല്ല വിവരമുണ്ടോ, അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആദ്യം എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി, വിഷമം തോന്നി. പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ വിക്ടർ എന്നെ കൺവിൻസ് ചെയ്തു ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കൺവിൻസ്ഡായി. എന്നിട്ടാണ് ഞാൻ ആ സിനിമ ഹരിഹരൻ സാർ ഡയറക്ഷൻ, MT വാസുദേവൻ സ്ക്രിപ്റ്റുമായിട്ട് ഒരു പടം ചെയ്തത്. പിന്നെ അതിനുശേഷം ആ ഒരു ഫിലിമിൻ്റെ സാമ്പത്തികമായ പരാജയം ഉണ്ടായിരുന്നു പടത്തിന്. പരാജയം, ആ ഒരു പരാജയമാണ് എന്നെ ഒരു സിനിമാ നടനാക്കി മാറ്റുന്നത്. ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്നതല്ല, ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടില്ല. എനിക്കറിയാം. സാറിന് അന്നത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർമ്മയില്ല. സാർ പല ഇൻ്റർവ്യൂവിലും ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യമായി ഹരിഹരൻ സാറിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് കൊണ്ടുപോയതും ചെക്ക് ബുക്ക് എടുത്ത് എഴുതാൻ പോയതും സെപ്റ്റംബർ 3 റിലീസ് ചെയ്യണം ഞാൻ വായിച്ചായിരുന്നു. ഇതിൽ റൈറ്റപ്പ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ അതെല്ലാം ഭയങ്കര ഓർമ്മയാണല്ലേ സാറിന് അന്നത്തെ ആ ഒരു ആദ്യമായി തുടങ്ങുന്നത്? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയാണ് ഞാൻ എന്നും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നടന്നു വന്ന വഴികൾ. സാറ് ഇപ്പോൾ പഴയ കുറേ സിനിമകളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചോദിക്കാം, 10-11 വർഷം മുന്നത്തെ ഒരു ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു, ക്യാപ്റ്റൻ രാജു സാറിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാറിന് ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒബ്സർവ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അത് തന്നെയാണ് വരുന്നത്. എങ്ങനെയാണ് അന്നും എന്നും ഇങ്ങനെ ഒരേപോലെ തന്നെ സാറിന് ഇരിക്കാൻ പറ്റുന്നത്?
ക്യാപ്റ്റൻ രാജ് സാർ ഒരു 10 വർഷം മുന്നേ ചോദിച്ച ചോദ്യമാണ്. അന്നിരിക്കുന്ന അതേപോലെ തന്നെയാണ് സാർ ഇന്നും ഇരിക്കുന്നത്. ഒരു മാറ്റമില്ല. എന്താണ് സാറിൻ്റെ സൗണ്ടിൻ്റെയും ഈ ഒരു സൗന്ദര്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും രഹസ്യം? അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല. ഇത് പിന്നെ എന്താ പറയുക, അത് ഈശ്വരാനുഗ്രഹം ഒന്ന്, രണ്ടാമത് അച്ഛനമ്മ ചെയ്ത പുണ്യം. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഒരു അത് ആയിരിക്കണമെന്നില്ല, ഈ സക്സസ് നമുക്ക് കിട്ടുമല്ലോ, എസ്പെഷ്യലി സിനിമാ ലോകത്ത് വരുമ്പോൾ പെട്ടെന്നാണല്ലോ ഒരാൾ സൂപ്പർ സ്റ്റാർ ആവുക. ഒരു വെള്ളിയാഴ്ച കൊണ്ട് അയാൾ വലിയ ആർട്ടിസ്റ്റ് ആവുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന, അതായത് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സക്സസ് ചുമക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുക, അവർ മറ്റുള്ള ഇതിലേക്ക് പോകും, ആ എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകും. അവർ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടും. പിന്നെ അതുപോലെ തന്നെ മദ്യപാനം ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചാൽ അവർ നല്ല പ്രൈം ടൈമിൽ ഉണ്ടാവുന്ന പിന്നെ ചില കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആകുമ്പോൾ ആ സമയത്തൊന്നും ഇവർക്ക് അറിയില്ല. പക്ഷേ 40+ ഏജ് കഴിയുമ്പോഴാണ് ഇതിന് തുടങ്ങുക. അന്നത്തെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ കാണുന്നത് 40-45 വയസ്സോട് കൂടി തുടങ്ങും. അപ്പോൾ ഇത് മാറ്റാൻ ശ്രമിച്ചാൽ നടക്കില്ല. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ സക്സസിനെ കാണുന്നത് ഒരിക്കലും ഒരു സക്സസ് എനിക്കൊരു ഒരു ആഘോഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സാറിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും പറയുന്നത് ദേവൻ എന്നുള്ള പേര് അതുപോലെ ചേരുന്ന ഒരു രൂപവും സൗണ്ടും ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് പറയുന്നത്, അല്ലേ? അത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒരു ഭാഗ്യമാണ്. അത് ഭാഗ്യമുണ്ടല്ലോ, ഭാഗ്യം എന്ന് പറയുന്ന സാധനമാണ്. പണ്ടത്തെ ഒരു ആർട്ടിക്കിളിൽ വന്നൊരു കട്ടിങ് ഈ അടുത്തൊക്കെ കുറേ വൈറലായിരുന്നു. സാറും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ജയറാമേട്ടൻ്റെയും സാറിൻ്റെയും കൂടി ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പെട്ടെന്നൊരു ദിവസം നമ്മൾ സ്റ്റാറായി സക്സസ്ഫുൾ ആയി മാറുന്നു. പക്ഷേ ഒരു പരിധി വരെ അത്രയും ഒരു അക്സെപ്റ്റൻസ് ഇല്ലാതില്ലെങ്കിൽ പിന്നീട് മാറി നിൽക്കേണ്ടി വന്നൊരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പക്ഷെ സാർ പിന്നെയും ഈ പറഞ്ഞ സീരിയലിലൂടെയൊക്കെ ആണെങ്കിലും ഈ പോപ്പുലാരിറ്റി കിട്ടി വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? ഈ കയറി വരുന്നതും പെട്ടെന്ന് തന്നെ തടഞ്ഞു പോകുന്നതും. ഭാഗ്യം എന്ന സാധനത്തിൻ്റെ നമ്മളുടെ അത് വലിയൊരു സംഗതിയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ടാലൻ്റ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം, സ്വാധീനങ്ങളുണ്ടാവാം. പക്ഷെ അതിനൊക്കെ നമുക്ക് ഒരു ഒപ്പം നിൽക്കേണ്ടത് നമ്മുടെ ഭാഗ്യമാണ്. അപ്പോൾ ഏറ്റക്കുറച്ചുകളുണ്ടാവും നമ്മുടെ ലൈഫിൽ. ആ ഏറ്റക്കുറച്ചിലിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഹാൻഡ്ലിങ് ദാറ്റ്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ അന്നൊക്കെ ഞാൻ ഈ ഇപ്പം ആ ആർട്ടിക്കിളുള്ള സമയത്തൊക്കെ അത് അന്ന് വന്നിരുന്ന സാറിന് ഓർമ്മയുണ്ടോ? അന്ന് അത് ഇറങ്ങിയ സമയത്ത് സാർ ശ്രദ്ധിച്ചിരുന്നോ? ജയറാമേട്ടനെയും സാറിനെയും ഫോട്ടോ കൊടുത്തിട്ട് ലാലേട്ടനെയും മമ്മൂക്കയും പകരം പുതിയ അവര് മാറി നിൽക്കേണ്ട സമയം അടുത്ത സൂപ്പർ സ്റ്റാറുകളെ ദേവനും ജയറാമും എത്തുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു തീർച്ചയായും. മനസ്സിലായില്ലേ? എൻ്റെ കുറേ പടങ്ങൾ അങ്ങനത്തെ ചില ആക്ഷൻ ഫിലിംസ് ഉണ്ടായിരുന്നു. ജയറാമിൻ്റെ കോമഡി ഹ്യൂമർ സെക്ഷനിൽ പോയി. അപ്പോൾ എൻ്റെ സിനിമ മുഴുവനും ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അടികിടി ബഹളം അങ്ങനത്തെ എല്ലാ ആക്ഷൻ ഫിലിംസാണ്. അപ്പോൾ ആക്ഷൻ ഹീറോ ആയിട്ട് ദേവനും ഹ്യൂമറായിട്ട് ജയറാമും വരാൻ പോകുന്നു എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു അവിടെ അന്ന്. കാരണം ജനങ്ങൾക്കുണ്ടായിരുന്നു, ഓഡിയൻസിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല, അത് നടത്തിയില്ല എന്നാണ് പറയേണ്ടി വരും. നടത്തിയില്ലെന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? ഞാൻ പലയിടത്തും പറഞ്ഞു ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മനഃപൂർവ്വം മാറി നിൽക്കേണ്ടി വന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്. പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ സാർ ഈ ഒരു സിനിമയിൽ വില്ലൻ്റെ ക്യാരക്ടറായിരുന്നു സാറിന് ഉണ്ടായിരുന്നതെന്നും അതിൽ സാറായിട്ടൊരു ഇൻപുട്ട് കൊടുത്ത് ഇങ്ങനെ ഡോറിൻ്റെ സൈഡിൽ പിടിച്ചിട്ട് വന്ന് ഫസ്റ്റ് ഫേസ് ഇച്ചിരി ടിൽറ്റ് ചെയ്തിട്ടുള്ളൊരു രീതിയിൽ സാർ ആക്ട് ചെയ്തതിന് തൊട്ട് അടുത്ത മൊമെൻറ്റിൽ തന്നെ ഡയറക്ടർ വന്നിട്ട് ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതുപോലത്തെ ഇൻസിഡൻസ് ഒക്കെ വരുമ്പം സാറിന് തോന്നിയിട്ടുണ്ടോ ഇത് ഈ വേഷം ഇല്ലെങ്കിൽ ചെയ്യണ്ട, ഇല്ലെങ്കിൽ സാറിന് അങ്ങനെ സ്പേസ് തരാത്ത പോലെ തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ വില്ലൻ എന്ന കഥാപാത്രത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ നായകന്മാർക്കാണ്. അതിൻ്റെ ഈ തിരക്കഥാകൃത്തും സംവിധായകനും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നായകൻ്റെ പെർഫോമൻസിലാണ്. വില്ലന്മാർക്ക് അധികം അവർ പറഞ്ഞു തരില്ല എന്താണ്. ഇപ്പോൾ വില്ലന്മാർ നമ്മളിത് സീൻ വായിച്ചിട്ട് നമ്മൾ തന്നെ ഇംപ്രോവൈസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതും ഞാൻ അങ്ങനെ വന്നതാണ്. ഞാൻ പറയും വെറുതെ എൻ്റെ ഒരു വില്ലൻ എന്ന ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്, ആ സിനിമയിലെ ഇൻട്രൊഡക്ഷനാണ്. ഇപ്പോൾ ഒരു വാതിലിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ്, ക്യാമറ അകത്താണ്, ഈ ഡോറ് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്നെ കാണുന്നത് ഞാൻ ഈ ഡോറ് തുറന്ന് നിൽക്കുന്നതാണ്.
അപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ട് ഞാൻ ആലോചിച്ചു ഇത് എങ്ങനെ വെറുതെ ഡോറ് തുറന്ന് വന്നിട്ട് ഇങ്ങനെ സാധാരണ ഒരാൾ വരുന്ന പോലെ. അപ്പോൾ എനിക്ക് ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു, ഫേസിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിങ്ങിലോ. അപ്പോൾ ഡോറിൻ്റെ രണ്ട് സൈഡിൽ തൂണുണ്ടാവല്ലോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നിന്നു. ഇങ്ങനെ നിന്നിട്ട് ഇപ്പോൾ ഇവിടെ ക്യാമറയാണ് ചെയ്യുക. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു വില്ലൻ ഇമ്പാക്റ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുന്ന വ്യത്യാസം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഭീകരത തോന്നും, നമ്മുടെ കണ്ണിങ്ങനെ അതിലേക്ക്. അപ്പോൾ ഞാൻ എങ്ങനെ പിടിച്ച് നിന്നിട്ട് കണ്ണിങ്ങനെ പിടിച്ച് നിർത്തും. അപ്പോൾ അവിടുന്ന് കേമതുവാണ് ഡയറക്ടർ. ആദ്യം പറഞ്ഞു ദേവൻ റെഡിയാണോ? ഞാൻ പറഞ്ഞു ഓക്കെ സാർ. അങ്ങനെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഇങ്ങനെ വെച്ചിട്ട് ഇത് തുറന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ അയാളുടെ കോൺഫിഡൻസ് ആണ്, ആ വില്ലന്റെ ഒരു കോൺഫിഡൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം അവിടെ. അത് എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഗതിയാണ്, ഇംപ്രോവൈസേഷൻ. അപ്പോൾ സംവിധായകൻ ഓക്കെ എന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. ഓക്കെ ദേവൻ ഗുഡ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോയി. അപ്പോൾ മൂപ്പര് അടുത്ത ഷോട്ടിലേക്ക് പോയി, ഇതിൻ്റെ അടുത്ത സീൻ ഷോട്ട് അങ്ങനെ പോയി. പിന്നെ കണ്ടു ഡയറക്ടറും അതിൻ്റെ നായകനും കൂടിയിട്ട് എന്തോ സംസാരിക്കുന്ന അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തും പറഞ്ഞു ദേവൻ നമുക്കത് ഒന്നും കൂടി എടുക്കാം, ഒരു ഷോട്ടും കൂടി എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാമറമാൻ പറഞ്ഞു അല്ല എൻ്റെ ആവശ്യമില്ലോ, അത് ഓക്കെ ആണല്ലോ എന്തിനാ അത്, ഇല്ലല്ലോ നമുക്കത് വേറെ എടുക്കാം. എൻ്റെ സംവിധായകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ദേവൻ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തിനാ ഇങ്ങനെ നിൽക്കണേ, ആവശ്യമില്ലല്ലോ, ഒരു സാധാരണ വാല് ഉറത്ത് ഇങ്ങനെ നിന്നാൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മനസ്സിലായി. അങ്ങനത്തെ മൊമെന്റ്സ് വരുമ്പോൾ സാർ എങ്ങനെ റിയാക്ട് ചെയ്യാറ്? അത് അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അല്ല സാറിന് ഒരുപാട് സിനിമ, ഇപ്പം സാറിൻ്റെ അമ്മാവൻ തൊട്ടാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇതുപോലുള്ള ഇൻസിഡൻസ് വരുമ്പോൾ അപ്പോൾ റിയാക്ട് ചെയ്യാൻ എളുപ്പമായിരുന്നില്ലേ? പക്ഷെ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല. അല്ല റിയാക്ട് ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. അത് റിയാക്ട് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അപ്രത്യക്ഷമാവും. ഓക്കെ. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. സാറിൻ്റെ പഴയൊരു വീഡിയോയുടെ താഴെ ഞാൻ കണ്ടൊരു കമൻസ് ആട്ടോ വായിക്കുന്നത്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. തിലകൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ ഏറ്റവും മാന്യനായ വ്യക്തിയാണ് ദേവൻ. ഇത് സാറ് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ മലയാള മനോരമയിൽ ഒരു നേരെ ചൊവ്വ ഒരു ഷോയിൽ പറഞ്ഞതാണ്. ഈ ചോദ്യകർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ മലയാള സിനിമയിൽ അവരെ പറ്റി എന്താണ്, അപ്പോൾ അവരെ പറ്റി അയാൾ ശരിയല്ല, ഇയാൾ അയാൾ ശരിയല്ല, എല്ലാത്തിനും. അപ്പോൾ ചോദിച്ചു അപ്പോൾ മലയാളത്തിൽ ആരാണ് നല്ലത്, ആരാണ് ശരി, അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ച ഒരാളുണ്ട്, നമ്മുടെ ദേവൻ. സ്നേഹസമ്പന്നനാണ്, മാന്യനാണ്, സ്നേഹസമ്പന്നനാണ് പറഞ്ഞു. അത് വലിയൊരു കോംപ്ലിമെന്റ് ആണ്. അത് ഒരു പക്ഷേ ഇതുപോലെ സാർ പല റിയാക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആയിട്ട് പോലും അക്സെപ്റ്റ് ചെയ്ത് നിന്നിട്ടുള്ളതൊക്കെ കൊണ്ടായിരിക്കുമല്ലോ. അല്ലല്ല അദ്ദേഹത്തിന്, കാരണം ഞങ്ങൾ ഈ തിലകേട്ടൻ പോലെയുള്ള ഒരു വലിയ മഹാനായ ഒരു നടൻ, മഹത്തായ സ്ഥാനത്തിരിക്കുന്ന ഒരു നടന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടുന്നത് വലിയ ഒരു പത്മശ്രീ കിട്ടുന്ന പോലെയാണ്. സത്യം തീർച്ചയായിട്ടും. വേറൊരു കമന്റും കൂടെ ഉണ്ട് കേട്ടോ. ചലച്ചിത്ര രംഗത്ത് 4 പതിറ്റാണ്ടിലേറെ അഭിനേതാവും നിർമ്മാതാവും ഒക്കെയായി തിളങ്ങിയ വളരെ സുന്ദരനായ ശ്രീ ദേവൻ എന്ന പ്രതിഭ വില്ലൻ വേഷങ്ങളിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അർഹിച്ച ഉയരങ്ങളിൽ എത്തിയില്ല. അതിൽ ഇന്നും വിഷമമുണ്ട്. അത് ശരിയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പറയും. ഇപ്പോഴും ഉണ്ട് എൻ്റെ അടുത്ത് പല യങ്സ്റ്റേഴ്സാണ് വരുന്നത് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിക്കാം ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനൊരു ബാബാ എന്നൊരു പടം ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോൾ അതിൽ എന്നെ വിളിച്ചിരുന്നു, ഒരു പോലീസ് കമ്മീഷണർ റോളാണ്. അപ്പോൾ ഞാൻ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്തിനാ യങ്സ്റ്റേഴ്സ്, ന്യൂ ജനറേഷൻ ഫിലിമാണത്, വലിയ ഫിലിമാണ്. ഗോകുലം ഗോപാലൻ അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചു പിള്ളേരെ, എൻ്റെ സംവിധായകൻ അതുപോലെ റൈറ്റർ എല്ലാവരും വളരെ യങ്സ്റ്റേഴ്സ്, ഒരു 28-30 വയസ്സിനുള്ളിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ ക്യാരക്ടറിന് എന്നെ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴും ഇന്നും ഞങ്ങൾ ദേവേട്ടൻ്റെ ആരാധകരാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങളുടെ റൂമിൻ്റെ മുമ്പിൽ ഡോറിൻ്റെ മുമ്പിൽ ദേവേട്ടൻ്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം
അപ്പോൾ അങ്ങനെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു 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 സ്ഥാനം എനിക്ക് കിട്ടുന്നത് ഒരു മഹാഭാഗ്യമല്ലേ. പിന്നെ തീർച്ചയായും യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. സാറ് പൊതുവേ ഞാൻ ഇപ്പം സംസാരിച്ചപ്പോഴാണെങ്കിലും ഈ പറഞ്ഞ ഒരു വില്ലൻ്റെ ക്യാരക്ടറിനെ പറ്റി മെൻഷൻ ചെയ്തപ്പോഴൊക്കെ ആണെങ്കിലും പൊതുവെ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് സാറിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം പൊളിറ്റിക്സിൽ നിൽക്കുന്നതും കൂടെ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പല ആൾക്കാരും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറഞ്ഞു പോകും. പക്ഷേ സാറ് ഇപ്പം മമ്മൂട്ടിയെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഇപ്പോൾ ലാലേട്ടനാണോ മമ്മൂക്കയാണോ ചോദിച്ചാൽ ഞാൻ പറയും മമ്മൂക്കയാണ് മികച്ച നടനെന്ന് ഞാൻ പറയും. അങ്ങനെ സാറിൻ്റെ അഭിപ്രായങ്ങളെല്ലാം വ്യക്തമായി പറയുന്ന ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ തന്നെയാണല്ലോ. എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ ചോദിക്കുന്നത്, മനസ്സിലല്ലേ? എൻ്റെ അഭിപ്രായമാണ്. അത് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ല എന്തെങ്കിലും, അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ മോഹൻലാലിനേക്കാളും നടൻ എന്ന നിലയ്ക്ക് എനിക്കിഷ്ടം മമ്മൂക്കയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാനത് എവിടെ വേണമെങ്കിലും പറയും. എനിക്കിപ്പോൾ ആരുടെയും ഇങ്ങനെ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം ജോണി ആൻ്റണി ചേട്ടനൊക്കെ ചെയ്യുന്ന പല അച്ഛൻ വേഷങ്ങളും എല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ ഈ ലോക്കൽ ഈ ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വൈബ് എന്താന്നുള്ള പേരാണ് പറയാറ്. അതായത് ഭയങ്കര വൈബാണ്, മറ്റേ മക്കളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന പോലത്തെ അച്ഛൻ്റെ കഥാപാത്രം എന്ന്. സാറ് എനിക്കൊന്ന് നിറത്തിൻ്റെ സമയത്ത് അതുപോലത്തെ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ അടുത്തും കൂടെ നിറം ടി വിയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ശുക്രിയ പാടിലൊക്കെ സാറ് ഡാൻസ് ഒക്കെ കളിച്ച് തകർക്കുവാണ്. അത്രയും നല്ലൊരു ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു അച്ഛൻ കഥാപാത്രമാണ് അന്ന് ചെയ്തിരിക്കുന്നത്. പക്ഷെ പിന്നീട് സാറിനെ കൂടുതൽ നമ്മൾ കാണുന്നത് വില്ലനാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ ബബ്ബയിൽ പോലീസ് കമ്മീഷണറാന്ന് പറഞ്ഞു, അങ്ങനത്തെ വേഷങ്ങളാണ്. അപ്പം ഇതുപോലുള്ള ഈ ഹോംലി ഇല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ സാറിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? എനിക്ക് ഇപ്പോഴും വില്ലൻ റോൾ ചെയ്യാൻ താല്പര്യം. എനിക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള റോളുകൾ താല്പര്യമില്ല. ഓ, അതെന്താ സാർ വില്ലൻ വേഷം? എനിക്ക് എന്താ വെച്ചാൽ ഈ പെർഫോമൻസിന് നമ്മൾ ഏറ്റവും നല്ലത്. കാരണം എനിക്ക് എൻ്റെ ഫസ്റ്റ് തെലുങ്ക് ഫിലിമിൽ അയാളാണെങ്കിൽ നമ്മുടെ ജോഷിയേട്ടൻ്റെ പോലെ അവിടെ ടോപ്പ് നിൽക്കുന്ന ഒരു കോദണ്ഡരാമറെഡ്ഡി. അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു ബ്ലൂ ജീൻസും ബ്ലൂ ടീഷർട്ടൊക്കെ ഇട്ട് സ്റ്റൈലാക്കിയിട്ട് പോയതാണ്. അത് അപകടമായി പോയി. അവർക്ക് തോന്നുന്നില്ല അത് വില്ലൻ്റെ ഒരു ലുക്ക് അല്ല തോന്നുന്നില്ല. അവർ പറഞ്ഞു ഇയാളെ വെച്ചിട്ട് വില്ലൻ എന്തോ താനിക്കിട്ട് മുഖത്ത് കണ്ണുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം. അങ്ങനെ പിന്നെ അവർ ചെറിയൊരു സീൻ എടുത്തിട്ട് എന്നെ വിടാൻ പ്ലാനായിരുന്നു. ഭാഗ്യത്തിന് ആ സീൻ എടുത്തപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, ഇഷ്ടമായി. അങ്ങനെയാണ് എനിക്ക് ബെസ്റ്റ് വില്ലൻ അവാർഡ് കിട്ടിയല്ലേ ആ സിനിമ. ഓ ഭാഗ്യം. അങ്ങനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ലുക്ക് കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയ ക്യാരക്ടറിന് തന്നെ അവാർഡ് വാങ്ങിച്ചു. അയ്യോ അടിപൊളി. അങ്ങനെ അപ്പം ഞാൻ കുറേ ഈ തെലുങ്ക് സിനിമയിൽ ഞാൻ ചെയ്ത വില്ലൻ റോളുകളൊന്നും ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഒരു മലയാള സിനിമ ചെയ്തിട്ടില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള വില്ലൻ ക്യാരക്ടർ. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഉള്ള, കാരണം എനിക്ക് അങ്ങനത്തെ റോള് വേണം എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ അത് പറയാനാണ് വന്നത്. ഇപ്പോഴൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയുന്നത് വെച്ചാൽ എന്നാലും നിങ്ങൾ എന്താ മലയാള സിനിമയിൽ കുറവ്? ഇപ്പോഴും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ഓപ്പോസിറ്റ് നിൽക്കാനായിട്ട് വില്ലൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ വരാട്ടെന്ന് ചോദിക്കാറുണ്ട് ഇന്നും. തീർച്ചയായിട്ടും. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമല്ലേ? അതെ, ഉറപ്പായിട്ടും. ഇത്രയും വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം കൂടുതലും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വില്ലൻ ക്യാരക്ടേഴ്സ് തന്നെ ആയതുകൊണ്ട് എല്ലാത്തിനും ഒരു ഡിഫറൻസ് എന്തെങ്കിലും വരുത്തണം എന്ന് തോന്നാറില്ല. അപ്പോൾ സാറായിട്ട് എന്തെങ്കിലും പർപ്പസ്ഫുള്ളി കഥ കേട്ടതിന് ശേഷം എന്തെങ്കിലും ഡിഫറൻസ് ഒരു ക്യാരക്ടറിന് കൊടുക്കാറുണ്ട്? ഉണ്ട്. നമ്മളുടെ അപ്പിയറൻസിലും പ്ലസ് നമ്മളുടെ സ്റ്റൈലുള്ള ഇത് പറയാം. ഇപ്പോൾ എൻ്റെ അടുത്ത് വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ മിമിക്രി ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഇമിറ്റേറ്റ് ചോദിച്ചു. അപ്പോൾ അവൻ പറയാൻ അടുത്ത് ചേട്ടൻ ഓരോ സിനിമയിലും ഓരോ ടൈപ്പ് ഓഫ് ഡെലിവറിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും ഏത് ആർട്ടിസ്റ്റ് ആയാലും അവർക്കൊരു സ്റ്റൈലുണ്ട്. ഇപ്പോൾ ലാലു അലക്സിൻ്റെ ഡെലിവറി സെയിമാണ്. അതുപോലെ ലാലിൻ്റെ ഈ ഡയലോഗ് ഡെലിവറിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എവിടൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് ഇയാൾ ഈ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, അടുത്ത പ്രാവശ്യം വേറെയാണ് പറയുന്നത്. അത് ഞാൻ അറിഞ്ഞിട്ട് പറയുന്നതല്ല, ഞാനത് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ദേവേട്ടൻ്റെ മിമിക്രി ചെയ്യാനായിട്ട് ആർക്കും അത്ര ഈസിയല്ല. ഒരു സ്ഥിരം സ്റ്റൈൽ ഓഫ് നരേഷൻ ഇല്ല, ഒരു ഡയലോഗ് ഡെലിവറി ഇല്ല, എല്ലാം ഭയങ്കര ഡിഫറൻസ് ആയിട്ടാണ്. അതൊക്കെ നമുക്ക് ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അങ്ങനെ ആവുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടല്ലേ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് കാണുമ്പോഴല്ലേ നമുക്ക് ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാകുന്നത്. സാർ ഇപ്പം
സാറിന് ഏറ്റവും ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെഫിനറ്റ്ലി ഭാഷയിലെ ക്യാരക്ടർ തന്നെയാണ്. എല്ലാവരും ആദ്യം സംസാരിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ ആദ്യം നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് അതിലെ ക്യാരക്ടറാണ്. അതിലിപ്പം രജനി സാറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതും ഇപ്പോൾ ഒരു 10 ദിവസം കൂടെ നിന്നപ്പം ഒരു പേഴ്സൺ എന്ന രീതിയിലാണെങ്കിലും ഭയങ്കര ഒരു ഐഡിയൽ ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് രജനി സാറിന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് സാറിൻ്റെ രജനി സാറിൻ്റെ ആക്ടിങ്ങിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? സാറിന് ഒരുപാട് ഒബ്സർവേഷനും സാറിന് നന്നായിട്ടുണ്ട്. ഉണ്ട്. രജനി സാറ് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് ചെയ്തത് ഞാൻ ഓണസ്റ്റ് രാജ്യത്തിൻ്റെ സിനിമ, തമിഴ് പടം. അതിൽ വിജയകാന്താണ് നായകൻ. അതിൽ ഞാനൊരു വില്ലൻ റോൾ ചെയ്തു. അതിൽ നായകനും വില്ലനും ഒരേ ലെവലിൽ ഭയങ്കര എൻ്റെ കരിയറിലെ ഏറ്റവും പവർഫുൾ റോളാണ് അത്. വില്ലൻ റോളാണ്. നായകനും വില്ലനും അത് സാർ കണ്ടു. ആ സിനിമ കണ്ടിട്ടാണ് പറഞ്ഞു ദേവൻ സാറിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ രജനി സാറ് തന്നെയാണോ സാർ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്? അത് പലർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു. ഞാൻ അതിനെ പറ്റി വായിച്ചിട്ടില്ല. അദ്ദേഹമാണ് അത് റെക്കമെൻഡ് ചെയ്ത് ഡയറക്ടറോട് പറഞ്ഞു, നിങ്ങൾ ആ ആർട്ടിസ്റ്റ് ഉണ്ട് ഓണസ്റ്റ് രാജിലെ ദേവൻ എന്ന് പറയുന്ന കഥാപാത്രം. അങ്ങനെയാണ് എനിക്ക് അതിന് ചാൻസ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഇതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി വായന ഷൂട്ടിൽ ചെന്നപ്പോൾ അവിടെ ഓൾറെഡി രജനി സാറിൻ്റെ ഒരു ടീമായിട്ടാണ് ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വന്നിറങ്ങി. ഞാൻ ഊട്ടിയിലൊരു പടം കഴിഞ്ഞിട്ട് ചെന്നൈയിൽ വന്ന് ഇറങ്ങിയതാണ്. ആ ചെന്ന സമയത്ത് വലിയ ഫ്ലോറാണ്. രജനി സാർ അകലെ ഇരിക്കുകയാണ്. അത് എന്നെ കണ്ടപ്പോൾ അവിടുന്ന് ഓടി വന്നു. രജനി സാർ അടുത്തോട്ട് ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചു. എന്നാ സാർ என்ன நீங்கள் பண்ணி வச்சிருக்கு சார்? அந்த படத்தில் அந்த அனுஷ்டாஜில் என்ன சார் என்னால் முடியாதுல்ல, என்னால் முடியாது, என்ன சார் அப்படி பண்ணி வச்சிருக்கேன், ரொம்ப பிரமாதமாக இருக்குது. அப்போ സാർ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരിക്കും പെട്ടെന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ. ഞാൻ ആകെ ഇതായിപ്പോയി. ഞാൻ എന്താണ് നാച്ചുറലി നമുക്ക് വലിയൊരു ഇതല്ലേ ഇത്. പിന്നെ തീർച്ചയായിട്ടും സാറ് ചിലപ്പോൾ ഒരു പക്ഷേ രജനി സാറിനെ അങ്ങോട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്ത് പേടിച്ചൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അതാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആൾ പറയും എന്നാലും முடியாது இந்த மாதிரி பண்ணுறது, உங்கள் பார்வையிலே நீங்கள் பயமுறுத்திட்டேன். அது சொல்ல அந்த பாறை இப்படியெல்லாம் பாறை பார்க்கும்போதே அது ரொம்ப பிரமாதமாக இருக்குது சார். അതൊക്കെ പറഞ്ഞിട്ട് നഗ്മോട് പറഞ്ഞു, നഗ്മ ഇവിടെ തെരിയുമാന്ന് വെച്ചു. അമ്മ അപ്പോൾ തെരിയും ഞങ്ങൾ. അപ്പോൾ ഞാൻ തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ കൂടെ. അമ്മ തെരിയും ഞങ്ങളൊരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അതെപ്പറ്റി കേൾക്കില്ല. ഇവരെ தெரியும், இவரை தெரியணும்னா நீங்கள் வந்து அந்த ஓனஸ்ட் ராஜ் படம் பார்க்கணும். அப்போ தான் இவர் ரியல் தேவன் எப்படி ஒவ்வொரு ஸ்டைலில் പറയല്ലേ. அப்போ தான் இவர் ரியல் தேவன் தெரியும். நாங்கள் படம் பாருங்க, அப்போ தான் உங்களுக்கு தெரியும். ഇതെല്ലാം നമുക്ക് കിട്ടുന്ന വേറെ ഒരു ആർട്ടിസ്റ്റും ഇന്നേ വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഏതാണ്ട് കമൽഹാസൻ ഒഴിച്ച് സൗത്തിലെ എല്ലാ ഹീറോസിൻ്റെ കൂടെയും വെല്ലം അഭിനയിച്ചിട്ടുണ്ട്. ആരും ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കേൾക്കുമ്പോൾ. വലിയൊരു ഭയങ്കര ഒരു സംഗതിയല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ മന്നനാണ്. എന്ത് പറയുമ്പോഴും പിന്നെ നമ്മളോട് സംസാരിക്കുമ്പോഴും ആ സ്റ്റൈലും മൂപ്പര് മെയിൻറ്റെയിൻ ചെയ്യും. ഇവൻ സാർ ஏமா பார்த்தேன் അങ്ങനെ ഉള്ള ഒരു മൂപ്പർക്ക് സ്റ്റൈലുണ്ട്. ரொம்ப நல்லா இருக்கு. ഹാൻഡ് ജസ്റ്റേഴ്സും കാര്യങ്ങളും അല്ലാതെയൊക്കെ ഉണ്ടല്ലേ അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ. ഇപ്പോഴും അതിനുശേഷം പിന്നീട് ഇപ്പോഴും നിങ്ങൾ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷനും കോണ്ടാക്ട്? ഞങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പറ്റാത്ത ഒരു കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അങ്ങനെയില്ല, അത് ഇരിക്കുന്ന സ്ഥാനം. പക്ഷേ ഈയിടെ ഒരു മാസം മുമ്പ് ജയിലർ 2ൻ്റെ ഒരു പടം നടക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാലക്കാട് വന്നപ്പോൾ ഇത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സാറിന് പോയി കാണാമെന്ന് വിചാരിച്ചു. കുറേ വർഷങ്ങളായില്ലോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ മാനേജർമാർ എന്നെ കൂട്ടിയിട്ട് അദ്ദേഹത്തെ കാണാൻ പോവാണ്. അപ്പോൾ അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് ഇങ്ങനെ വർത്തമാനിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാർ കൂപ്പിടുക സാർ രജനി സാർ കൂപ്പിടുക. ഞാൻ ഓടി പോയി അങ്ങനെ എന്നെ കൂട്ടി ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ മാസം ഒരു മാസം മുമ്പാണ് ഞാൻ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ആ സീറ്റിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നിട്ട് അന്ന് എന്നെ എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ സാർ ഉങ്ങളെ பார்த்துட்டு ഞാൻ 30 വർഷമാச்சு தெரியுமா 1995 தான் நம்ம பார்த்துருக்கேன் ഭാഷ. അത് അതും ഓർമ്മയാണ് സാർ. ബൈ ഗോഡ് ரொம்ப சந்தோஷம் சார். எங்கே வந்திருந்தீங்க? ഞാൻ പറഞ്ഞു உங்களை பார்க்க வந்து சார். இந்த வழி போகும்போது சொன்னேன் எங்கே சார் இருக்குன்னு சொன்னால் என்னால் அப்படியா ரொம்ப இருக்கும் மோர் சாப்பிடலாமா? അങ്ങനെ പോയിട്ട് ഒരു മോരും ഉണ്ടാകുമ്പോൾ കുറച്ച് മോര് കുടിച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു.
ഓ ഭയങ്കര സന്തോഷം. ഇപ്പോഴും അതേപോലെ തന്നെയാണല്ലേ, ഒരു സെയിം ഡിഫറൻസും ഇല്ല. അയ്യോ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരുപാട് ആക്ടറുകൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് സൗത്തിലും ഒക്കെ. ഇപ്പോൾ സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇനി ഇതുപോലെ ആരുടെ കൂടെയാണ് അഭിനയിക്കാൻ അത്രയും അങ്ങനത്തെ ഒരു റോള് ചെയ്യാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ ആരുടെ പേരായിരിക്കും പറയുന്നത്? രജനി സാറിൻ്റെ കൂടെ. രജനി സാറിന് അത് ഒരു സ്പെഷ്യൽ ഒരു ഇതാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെ ശത്രുവായി കാണുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിൾ ആവണമല്ലോ. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ കമൽഹാസൻ എന്ന് പറയുന്ന നടൻ്റെ അടുത്ത് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല. കാരണം കംഫർട്ടബിൾ അല്ല, നമ്മൾ വെറും കംഫർട്ടബിൾ അല്ല. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു ആർട്ടിസ്റ്റിനെ ഷൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ കംഫർട്ടബിളാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ആൾക്ക് നമ്മളോട് താല്പര്യമില്ല എങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പറ്റും. പല നടന്മാർക്ക് ഞാൻ തോന്നാറുണ്ട്, അവർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ചിലപ്പോൾ അവരെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ ഫൈൻ. ഇപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, പണ്ട് സാറിൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ പറഞ്ഞു എന്താ ദേവൻ വി ആർ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഒരു റോളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഏതെങ്കിലും വേഷങ്ങൾ സാറിനോട് പറഞ്ഞ് കൺഫേം ചെയ്ത് ഇന്ന വേഷം സാറാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവസാന നിമിഷം മാറ്റേണ്ടി വരുന്നതോ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുറേ പടങ്ങളുണ്ട്. ഒന്നോ രണ്ടൊന്നുമില്ല, കുറേ പടങ്ങൾ. അത് നമ്മളിപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലായി. അല്ല അന്ന് സാറ് പക്ഷേ അവിടെ ഒന്ന് തളർന്നു പോയിരുന്നെങ്കിൽ, ഡൗൺ ആയി പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നിപ്പോൾ ഇതുപോലെ തന്നെ പോയിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ അപ്പോഴും എനിക്ക് ഒരു ചലഞ്ചായിട്ടാണ് എടുത്തത്, മനസ്സിലായില്ലേ? പിന്നെ നമ്മളെപ്പോഴും വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചില്ലേ എൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത്, അതാണ് എൻ്റെ രഹസ്യം. ഞാൻ ഒരിക്കലും തളരാറില്ല. എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നോ ടെൻഷൻസ്. അത് നമുക്ക് വിധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ പറയും. അയ്യോ എൻ്റെ അത് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കരഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് പ്രയോജനമില്ല. നമുക്ക് വരേണ്ടത്, നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിരിക്കും. അത് ആരൊക്കെ ചെയ്താലും. അതായത് പിന്നെ എംജിആറിൻ്റെ ഒരു പാട്ടുണ്ട്, 1000 കൈകൾ തടച്ചു നിന്നാലും ആദവൻ മറവേതില്ലേ, ആണയിട്ടേ ആര് சொன்னாലും അലകടൽ ഓയ്വതില്ലേ. അതാണ് ഞാൻ വിചാരിച്ചത്. അപ്പം നമ്മളെ എത്ര ആൾക്കാർ തടഞ്ഞാലും നമുക്കുള്ളത് നമ്മുടെ അടുത്തേക്ക് വരും. അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. അതാണ് അങ്ങനെയും ഇങ്ങനെയും ആ ഒരു ഇതിലെടുക്കണം. തീർച്ചയായിട്ടും എനിക്കും ഈ ഇന്റർവ്യൂന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചോദിക്കുകയാണ്, സാർ ഒരുപാട് ബുക്സ് വായിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബുക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ? ഞാൻ ലേറ്റസ്റ്റ് ആയി വാങ്ങുന്നില്ല, ഡിഫിക്കൽറ്റി ടു ബി ഗുഡ്. നന്നായി ഇരുന്നാലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ഈ ഗുരുചരൺ ദാസ് എന്ന് പറഞ്ഞ ഒരു ബിഗ് റൈറ്റർ. ഞാൻ അദ്ദേഹത്തിന് കുറേ ബുക്സ് വായിച്ചു. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ഒരു ബുക്കാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇതിവർത്തം വെച്ചാൽ മഹാഭാരതത്തിനെ അദ്ദേഹം വായിച്ച് അതിലേക്ക് കളിച്ച് കുടിച്ചിട്ട് അത് ഈ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സൊസൈറ്റിയും പണ്ടത്തെ സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം, അതും ഇതുപോലുള്ള ഇൻ്റർ കണക്ഷൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതുണ്ട്. നമ്മളുടെ അന്നുള്ള ഇപ്പോൾ ഗീത, അതിൻ്റെ ഇപ്പോഴത്തെ ലൈഫും, അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്, അതൊന്ന് വായിച്ചോളൂ. ഇംഗ്ലീഷാണ്, ഡിഫിക്കൽട്ട് ടു ബി ഗുഡ്. ഉറപ്പായിട്ടും വായിക്കുന്നതായിരിക്കും. ഇത് കാണുന്ന ആൾക്കാരും തീർച്ചയായിട്ടും വായിക്കും. ഗുരുചരൺ ദാസ്. ഓക്കെ, ഡെഫിനറ്റ്ലി. സാറിനോട് ഇത്രയും നേരം സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ഞാൻ ഹോണസ്റ്റ്ലി പറയാണ്. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് കാണുന്നവർ തീർച്ചയായിട്ടും വായിക്കുക. ഞാൻ ഉറപ്പായിട്ടും വായിക്കും. ബുക്സ് വായിക്കുന്നതും സിനിമ കാണുന്നതും തമ്മിൽ ചോദിക്കുകയാണെങ്കിൽ സാർ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? ബുക്സ് വായിക്കുന്നതാണോ? ബുക്സ് വായിക്കുന്നത്. അതാണ് ഞാൻ കുറേ ബുക്സ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയത്. എൻ്റെ അച്ഛൻ്റെ ഒരു ഇതായിരുന്നു. ഓക്കെ സാർ, ഇപ്പം ഞാൻ ഔട്ട് ഓഫ് ദി ടോപ്പിക് ആണെങ്കിലും ചോദിക്കുകയാണ്, ഇപ്പം പൊളിറ്റിക്സിലും ആക്ടിങ്ങിലും ഒരേപോലെ നിൽക്കുന്നതാണ്. ഇപ്പം സുരേഷ് ഗോപി സാറൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ആക്ടിങ്ങിൽ നിന്ന് ഇപ്പം പൊളിറ്റിക്സിലോട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ടും ഒക്കെ കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. രാഷ്ട്രീയം വേണ്ട, സിനിമ മതിയായിരുന്നു, സിനിമാ നടനായിട്ട് കാണാനായിരുന്നു താല്പര്യം, ഇതിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് രീതിയിലുള്ള നെഗറ്റീവ്സ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ സാറിന് എന്താ തോന്നാറ്? ഇപ്പം ആക്ടറായിട്ട് നിൽക്കുകയാണെങ്കിൽ ആക്ടറായിട്ട് മാത്രം നിൽക്കണം, നമ്മൾ സിനിമകളിൽ ചെയ്ത ക്യാരക്ടറും പൊളിറ്റിക്സിൽ നമ്മൾ റിയലി നമുക്ക് പറയാനുള്ള ഐഡിയോളജീസും തമ്മിൽ കണക്ട് ചെയ്തൊക്കെ ആൾക്കാർ നോക്കാറുണ്ടോ? ഉണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾ നോക്കണ്ടല്ലോ, നമുക്കൊരു പ്രൊഫഷൻ ഉണ്ട്. ഇപ്പോൾ
കിങ്ങിണിക്കൊരു പ്രൊഫഷനാണ്. പക്ഷേ കിങ്ങിണി ആ പ്രൊഫഷനിൽ മാത്രം നിൽക്കാതെ പക്ഷെ നമുക്ക് നമ്മുടെ സമൂഹത്തിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അന്ധമായിട്ട് വിട്ട് നെഗ്ലക്റ്റ് ചെയ്താൽ പറ്റുന്ന ഒരുപാട് അപകടങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് ദൈവം നമുക്ക് തരുന്നത്, ആ ഗിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് യു ഹാവ് ടു ഹെൽപ്പ് ദി പീപ്പിൾ ഹൂ നീഡ്സ് ഹെൽപ്പ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇത്രയും കാലങ്ങൾ അഭിനയിച്ചു, എനിക്ക് നല്ല കാശ് കിട്ടി, എനിക്ക് ഫെയിമുണ്ട്, ഐ എം ഹാപ്പി, എനിക്ക് കാറുണ്ട്, വീടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് മാത്രം പോരല്ലോ. അത് എപ്പോഴും നമ്മുടെ ചിന്തയിലുമാണ്. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം ഇതിൽ വന്നത്. അപ്പോൾ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ നാടിനോടും നമ്മുടെ നാട്ടുകാരോടും. അപ്പോൾ അത് നമുക്ക് ആ സ്വാധീനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ചുരുങ്ങിയ ലെവലെങ്കിലും നമ്മൾ ചെയ്യാന്നുള്ള, അതാണ് എൻ്റെ രാഷ്ട്രീയം. എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് പ്രതികരിക്കണം. അല്ലാണ്ട് ഇവിടെ എന്ത് നടന്നാലും നമ്മുടെ ആർട്ടിസ്റ്റുകളൊന്നും മിണ്ടില്ല. ഈ സുരേഷ് ഗോപി സാറിനൊക്കെ വരുന്ന സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്ക് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടല്ലേ? അതൊക്കെ അതെന്താ വെച്ചാൽ അത് നല്ലതല്ല, അതൊന്നും നല്ലതല്ല. കാരണം സുരേഷ് എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ, അയാൾക്ക് ഒരുപാട് നന്മകളുള്ള ഒരാളാണ്. അപ്പോൾ അത് അദ്ദേഹം അതിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ അയാളുടെ ശ്രമമാണത്. അപ്പോൾ അദ്ദേഹത്തിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആൻസർ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ ആൻസർ പറയാനുള്ള ചോദ്യം എന്താണെന്ന് നമ്മൾ കാണുന്നില്ല. അത് മീഡിയക്കാരുടെ മാനിപ്പുലേഷൻസ് ആണ്. ഇയാൾ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇയാൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരു മീഡിയക്കാരൻ ചോദിക്കുമ്പോൾ നാച്ചുറലി അയാൾ എജിറ്റേറ്റഡ് ആവും, ദേഷ്യം വരും. ദേഷ്യം വരാൻ പാടില്ല എന്നുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പാടില്ല. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ വളരെ ക്ലീനായിട്ട് ഉത്തരമുണ്ടെങ്കിൽ ഉത്തരം പറയാം, അല്ലെങ്കിൽ ഉത്തരമില്ല എന്ന് പറയാം. അതല്ലാതെ എജിറ്റേറ്റായി ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാൽ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ മുഴുവനും നമ്മൾ അറിയുന്നില്ല എന്താ ചോദ്യം. അതിപ്പോൾ നമ്മളോട് ചോദിച്ചാലും ചിലപ്പോൾ ഒരു പക്ഷം നമ്മളും അതേപോലെ റിയാക്ട് ചെയ്തേക്കാം. സുരേഷ് ഗോപിയുടെ ഒരു കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ. സാറിനും ഈ അടുത്ത് കുറച്ച് ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, രസകരമായ ട്രോളുകളാണ്. മറ്റേ ദേവ്ജി എന്നൊക്കെ സാറിന്റെ പേരിൽ വെച്ചുകൊണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തോ ഒരു സിനിമയിലെ പർട്ടിക്കുലർ ഡയലോഗ് ആയിരുന്നു കൂടുതലും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാനത് പിന്നീട് പറയാം. ഇപ്പൊ ഈ ബാബയുടെ ഡയറക്ടർ ഞാൻ കണ്ടത്, അതൊക്കെ കാണുമ്പോൾ സാർ അത് ഭയങ്കര എൻജോയ് എനിക്ക് വളരെയധികം. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ രാഷ്ട്രീയം എൻ്റെ തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുമ്പോഴോ ഞാൻ എന്തെങ്കിലും സ്റ്റേജിൽ വന്നിട്ട് ഞാൻ ഇലക്ഷനൊക്കെ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഞാനങ്ങ് വാചാലുണ്ടാവും, ഭയങ്കര വീര ശ്വാസം പിടിച്ച് ഭയങ്കര സംസാരിക്കും എഗൻസ്റ്റ് പാർട്ടികളോട്, CPM-നോടും കോൺഗ്രസിനോടും അന്ന് BJP-യോടും ഒക്കെ ഞാൻ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുമായിരുന്നു. ഒരു ട്രോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഞാനെങ്ങനെ വളരെ അജിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ അത് കട്ട് ചെയ്തിട്ട് മോഹൻലാലിൻ്റെ ഒരു പടം വട്ടാണല്ലേ. അതൊരു നമ്മുടെ ഏതൊരു പടത്തിൽ അങ്ങനെ ഉണ്ട്, കിലുക്ക പടത്തില് ഈ രേവതി ചോദിക്കുമ്പോൾ ലാല് പറയും വട്ടാണല്ലേ. അതേപോലെ ഞാനങ്ങ് ചിരിച്ചു പോയി. അപ്പൊ എന്റെ ഈ ഭ്രാന്ത് കണ്ടിട്ട് ഇതൊക്കെ സാർ എൻജോയ് ചെയ്യുമല്ലേ? അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യും. അത് നല്ല രസമാണ്. ഞങ്ങളും കാണാറുണ്ട് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ സംഭവം എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ പിന്നീട് പറയാം. അത് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നായിരുന്നു. സാർ ഒരുപാട് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം 5 ഭാഷ എന്തോ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒന്ന് ഹിന്ദിയാണ്, ഒറ്റ സിനിമ. ഇത്രയും ലാംഗ്വേജിൽ അഭിനയിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ സിനിമയും സീരിയലും ചെയ്യുമ്പോഴാണെങ്കിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ മലയാളത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ലൗഡ് ആക്ടിംഗ് ആണ് തമിഴിലെങ്കിൽ കന്നഡ നമ്മൾ കേട്ടിട്ടുണ്ട്, എക്സ്പ്രഷൻ വൈസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുന്നത് സാറ്? ഇല്ല, ലൗഡ് ആക്ട് എന്ന് പറയുന്നത് അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ
ഇവിടെ ചെയ്യുന്നതിൻ്റെ ഞാൻ അവിടെ ചെയ്യുന്നത്, അല്ലാണ്ട് അതിന് കൂടുതലൊരു സാറിന് ഭാഷകളൊക്കെ അറിയാമായിരുന്നോ നേരത്തെ? അതോ ഞാൻ ഇതിൽ ഒന്നും അറിയില്ല, അവിടെ പോയിട്ട് പഠിച്ചതാണ്. ഈ ഭാഷകളെല്ലാം സാർ പോയിട്ട് പഠിച്ചതാണ്. ഞാൻ സാറിന്റെ തമിഴിലൊക്കെ ഉള്ള ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സാർ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഓ, ഇതെല്ലാം അങ്ങനെ പഠിച്ച ലാംഗ്വേജസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, പക്ഷേ ഒരുപാട് ടൈം നമുക്ക് ഡ്യൂറേഷൻ നീണ്ടു പോകുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഭയങ്കര പോസിറ്റീവ്നെസ് ഫീൽ ചെയ്തു. കന്യാദാനം സീരിയലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുത്തത്. 1300 എപ്പിസോഡ് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ സാറിനെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോപ്പുലാരിറ്റി കുറച്ചും കൂടെ കൂടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും നല്ല നല്ല വേഷങ്ങൾ കാണാൻ സാധിക്കട്ടെ. ഈ ബബബ പോലത്തതാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും എസ്പെഷ്യലി സാറ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയും എത്രയും വേഗം തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം സാർ ജോയിൻ ചെയ്തതിന്. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു ഷാറ.